ഗായ്സ് നമ്മൾ വലിയൊരു ലോങ് വീഡിയോ ചെയ്യാൻ ഒരു 30 മിനിറ്റിൻ്റെ വീഡിയോ ലോങ് വീഡിയോ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഗായ്സ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ അതൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ വലിയൊരു ലോങ് വീഡിയോ വലിയൊരു കുന്നിൻ്റെ മുകളിലേക്ക് കയറാൻ പോകുന്നു. ഞങ്ങളിപ്പോൾ നിലവിലുള്ളത് നെല്ലിയാമ്പതിയിലാണ്. അപ്പോൾ ഓക്കെ, കാരാശ്ശൂരി അല്ലേ, കാരാശ്ശൂരി എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിലേക്കാണ് ഞങ്ങളിത് ടീം സെറ്റ് ഗ്യാങ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് പോണ വഴിക്ക് അങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ, എന്തോ വണ്ടി ഇറങ്ങണല്ലേ, അങ്ങനെ വന്നോളേ. ആ അങ്ങനെ വന്നിട്ട് ഞാൻ സാധാരണ ഇറക്കി കഴിഞ്ഞാൽ അവിടെ പോയി തിരിച്ചേ വരല്. അങ്ങനെ ഞങ്ങൾ സുരേഷ് ചേട്ടൻ്റെ ഫാമിലി വീട്ടിലാണുള്ളത്. അത് നമ്മുടെ പാടഗിരി പോലീസ് സ്റ്റേഷൻ ഗായ്സ്. പക്ക അടിപൊളി വൈബാണ്. ഇപ്പം നിലവിൽ ഞങ്ങളിപ്പോൾ ഉള്ളത് നെല്ലിയാമ്പതി. ജൂണ് ഇന്നേക്ക് 7-ാം തീയതി അല്ലേ, ജൂൺ 7 നെല്ലിയാമ്പതി. ഏത് പറയണ്ടേ പോണ്? കാരാച്ചൂരിയിലേക്ക് പോവാണ്. സുരേഷ് ഏട്ടാ പോവല്ലേ? നീപ്പുറത്തിരുന്നു, ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ കാട്ടു, ഞാൻ ഡിക്കിൽ വേണ്ട, ഞാൻ എന്തായാലും ഞാൻ അവിടേക്ക് എത്താനായില്ല, ഇവിടെ വയ്ക്കാം. എല്ലാം എടുത്തു. മഴയുണ്ട്, നേരിയ മഴയുണ്ട്. ഓൾ ഫാമിലി. പാടഗിരി പോലീസ് സ്റ്റേഷനാണ് ഗൈസ്. അങ്ങനെ നല്ല മഴ. അയ്യോ ചേട്ടാ, അത്യാവശ്യം മഴയുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഗ്ലാസ് കയറ്റിയിട്ടു അല്ലേ? അടുത്ത ഒന്ന് കുത്തോ, കുഞ്ഞു പന്നി നോക്ക്. അത് ഞങ്ങളെയൊക്കെ നൈസായിട്ട് നോക്കുന്നുണ്ട്. അതിനിതുപോലെ ഒരുപാട് വണ്ടികൾ നിരത്തിക്കണ്ട. ഗൈസ് 100 അടി. അങ്ങനെ ഞങ്ങൾ ഗ്ലാസുകളൊക്കെ കയറ്റി നനയാനുള്ള തയ്യാറെടുപ്പിലാണ്. സുരേട്ടാ ജീപ്പ് എവിടെയാണ്? ജീപ്പ് സാധനം കൊണ്ട് വെക്കാലോ. അല്ല ഇങ്ങോട്ട് വന്നിട്ടില്ല, അവിടെ ഇങ്ങോട്ട് പറഞ്ഞു തോന്നി. ഗ്ലാസ് എല്ലാം കയറ്റിയിടൂ. അങ്ങനെ ഞങ്ങൾ ഒരു ഫോൺ പുലയമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾ ഫാമിലി, സുരേഷ് ഏട്ടൻ, ഭാവിച്ചി, ധന്യ, അങ്ങനെ എല്ലാവരും അടങ്ങി. ചായ വേണ്ട സുരേട്ടാ? ഞങ്ങളിതാ പുലയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ചേച്ചി നമുക്ക് കറക്റ്റ് പോണ സ്ഥലത്തിന്റെ പേരെന്താണ്? കാരാച്ചൂരി അല്ലേ? അങ്ങനെ കാരാച്ചൂരി എന്ന് പറയുന്ന ഒരു കാട്ടിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. അവിടെ ഈ സമയത്ത് പോയാൽ ആനകളിനെയൊക്കെ കാണാം, അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളെ എല്ലാത്തിനെയും കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അത് രാവിലെ നേരത്തെ തന്നെ എത്തി. അപ്പോൾ ഇവിടെ നമ്മുടെ ആൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ. അപ്പോൾ പുള്ളിക്കാരൻ മിക്കവാറും പൊത്തും എന്നാണ് പറഞ്ഞത് ഗായ്സ്. മഴയുണ്ടല്ലേ ചേച്ചി? അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്. മഴയായിട്ട് നമ്മളെ സീനാക്കും. അവിടെ മുകളിൽ പോയി ഇറങ്ങാൻ പറ്റാണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവില്ല അല്ലേ? ഇവിടെ മഴയുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ മഴ ഉണ്ടാവില്ല അല്ലേ? അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. മഴയുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. ഇതാണ് ആ സ്ഥലം, പുലയമ്പാറ. നല്ല നേരിയ മഴയുണ്ട് കേട്ടോ. ഇതാ ഞങ്ങളുടെ ടീം സെറ്റ്. വാ
അപ്പോൾ ഇവിടെ വണ്ടികൾ കണ്ടമാനം, ഇവിടെ വണ്ടികളൊക്കെ ഉണ്ട്. കാരാച്ചുണ്ടി. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 53 മിനിറ്റും 33 സെക്കൻഡ് അല്ലേ? ഞങ്ങൾ പോകുന്ന വണ്ടി ഇതാണ് ഗൈസ്. ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. വിത്ത് ടീം എല്ലാവരും ഉണ്ട്. സുരേഷ് ചേട്ടൻ്റെ വണ്ടി. ഞങ്ങൾക്ക് അതിനൊരു സാധനം എടുക്കണം. പിന്നെ ഞങ്ങളുടെ സുഭാഷ് ജി ഇതവിടെ നിൽക്കുന്നുണ്ട്. ആരെയും കണ്ട് പരിചയക്കാരെയും കണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. കുട നൂർത്തിയിട്ടില്ലല്ലോ. ഞാൻ കുട എവിടാടാ? കുറച്ച് ഡീസലൊക്കെ കരുതിയിട്ടുണ്ട്. ഞങ്ങളുടെ ടീമുകളെല്ലാവരും ഉണ്ട് ഗൈസ്. സുരേഷ് ചേട്ടൻ ഫ്രണ്ടിൽ കയറി, ഞാനിതോ ബാക്കിൽ കയറി നിൽക്കാം. ഞാനിവിടെ നിൽക്കാം, വിൻഡോ സീറ്റ് ഇരിക്കാം. അത് കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മൾ നനയാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വാവച്ചിന് ഫോക്കസ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 100 അടി നിന്ന് പോവുകയാണ്. ഞങ്ങൾ ടീം ഭാര്യയും ഭർത്താവും അവിടെയാണ്. ഓക്കെ, അനുഗ്രഹിച്ചിരിക്കുന്നു. കാട്ട് നമ്മുടെ വണ്ടി ലോക്കായി. അങ്ങനെ ഞങ്ങളുടെ വണ്ടി പതിയെ പതിയെ തുഴയുകയാണ്. സ്റ്റാർട്ടായി. വണ്ടി സ്റ്റാർട്ടായി. ഇനിയാണ് നടക്കപ്പോറത് യുദ്ധം. അവിടെ ചായ അടിച്ചിട്ടിരിക്കട്ടെ, നമുക്ക് പോയിട്ട് വരാം. സംഭവം എടുക്കുന്നതാണ്. നല്ല കോടയും മഴയൊക്കെ ഉണ്ട്. കോട ഉണ്ടാവും അല്ലേ? മഴ പെയ്ത കോട ഉണ്ടാവില്ലല്ലോ. മഴ പെയ്ത് പോയല്ലേ കോട വരിക. ഒന്നും വേണ്ട, ഞങ്ങൾ വന്നിട്ട് നോക്കാം. അങ്ങനെ ഞങ്ങൾ പുളിയമ്പാറയിൽ നിന്ന് ഞങ്ങൾ കൂരാച്ചുണ്ടി ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നു. ഇങ്ങനെ ഓഫ് റോഡ് അടിച്ച് പോവുകയാണ്. വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ ഫുഡ് ഞങ്ങൾ വാങ്ങാൻ പോവുകയാണ്. ഇതല്ലേ ഇനി നടക്കപ്പോറത് യുദ്ധം. അവിടെ നിന്ന് പോകണാണല്ലേ യുദ്ധം. ഫുള്ള് പടാ. നീ പോയിണ്ടോ ഇതിന് മുമ്പ്? അതെ, എന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. അതെ, ഫുള്ള് റോഡൊക്കെ മാറി അല്ലാണ്ടായി. അവിടെയാണ് ഇപ്പം ഞങ്ങളുള്ളത്. ഇവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്നിട്ട് വേണം പോവാൻ. ഓക്കെ, നല്ല മഴയുണ്ട് ഗൈസ്. ഇങ്ങനെ ഗൈസ് ഞങ്ങളിതാ ക്യാമറ കാണുന്നു, കിട്ടുന്നില്ല. വനമേഖലയിലേക്ക് കേറി ഞങ്ങൾ. ഫുള്ള് വനം. ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ടാണ് ഓഫ് റോഡിലെ മൊത്തം കാട് ഗൈസ്, കാട്.
ഒരു വ്യൂ പോയിന്റ് എത്തി ഗൈസ്. ഒരു വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഗൈസ്. അങ്ങനെ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. മഴയൊക്കെ ചെറിയ കുഞ്ഞ് നേരിയ മഴയുണ്ട്. എൻ്റെ കാലൊക്കെ എടുക്കട്ടെ. ഇവിടെയാ ഇവ പോലെ വണ്ടിയുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ എന്താ ഞാൻ കൊടയെടുക്ക ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ ഒരു വ്യൂ പോയിന്റ് എത്തി. ഈ വ്യൂ പോയിന്റ് പേര് ചേട്ടാ അറിയില്ല. ആദ്യം ഒന്നും കാണാൻ പറ്റുന്നില്ല കോടയായിട്ട്. നമ്മുടെ വണ്ടി ഇതാ ബാക്കോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്താ മൊത്തം കോട അല്ലേ ചേച്ചി? കോടയല്ലേ? മൊത്തം കോടയായത് കൊണ്ട് ഇവിടെ നോക്കി അവിടെ കാണുന്ന പറഞ്ഞ് കൊല്ലംകോട് സൈഡിൽ കാണും. ഗായ്സ്, അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരാച്ചുണ്ടിക്ക് പോകുന്ന ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് ആണിത്. നല്ല കോടയാണ് കേട്ടോ. അവിടെ ഫുള്ള് കോട. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഗായ്സ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഈ കാട്ടിൻ്റെ ഉള്ളിൽ. ഇവിടെ മൊത്തം കോട ആയ കാരണം പാലക്കാടൊന്നും കാണുന്നില്ല അല്ലേ? ഇല്ലടാ വല്ലതും കാണണ്ട. ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോ എന്താ കാണുന്നേ? കോട മാത്രമേ ഉള്ളൂ ഗായ്സ്. വരാ അപ്പോൾ നമ്മുടെ ആദ്യത്തേതല്ല, ഒരു മൂന്നാമത്തെ വീഡിയോ ആണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ പരമാവധി എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് പറഞ്ഞ പോലെ എല്ലാവരും പറയുന്ന പോലെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ ഗായ്സ്. സംഭവം രക്ഷയില്ലാട്ടാ. പൊളി. മെല്ലെ കയറും അറിയണ്ടാ. ഞാൻ ആവശ്യം ഉള്ളിൽ കയറട്ടെ. ശാന്തമ്മ അപ്പുറത്തിരിക്കും. ഡോർ അടിക്കടോ. അങ്ങനെ ഞങ്ങളിതാ ഗായ്സ് ഇവിടെ നിന്ന് പോകുകയാണ് അടുത്ത വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ യാത്രയായി. ഇനി നടക്കാൻ പോறது യുദ്ധം. നല്ല മഴയുണ്ട്, അറിയാലോ, ജൂണാണല്ലോ, മഴക്കാലമാണല്ലോ. എന്താടാ എവിടെയാടാ? എവിടെ പോണോ? ഞാൻ ഇറങ്ങട്ടെ ഗായ്സ്. കാട്ടുപോത്ത് ഗായ്സ്. ജോമുണ്ട സാധനം കേട്ടപ്പോ നോക്കില്ലേ സുരേഷ് ഏട്ടാ? ജോമോനെ ജോമണ്ട സാധനം ട്ടാ. പോത്തിനെ കാണിച്ചു തരാതെ അവിടെ കാണുമെന്നുള്ള അറിയില്ല. നല്ല മഴയുണ്ട്. എന്താ കേറിപ്പോണ് നോക്കില്ലേ? വാവായിട്ട് കേറി.
സെറ്റായിട്ടൊന്നും കിട്ടുന്നില്ല. എന്നാലും ഞങ്ങൾ പരമാവധി ഞങ്ങൾ എടുക്കുന്നുണ്ട് ഗൈസ്. എന്തോ അവിടെ ഒരു ബിൽഡിങ് വരുന്നില്ലേ? എന്ത് സംഭവം കെട്ടിക്കൊണ്ടിരിക്കുന്നു? എന്തോ ഫോറസ്റ്റ് ഓഫീസ് എന്തെങ്കിലും ആയിരിക്കും. വാ എന്താ വണ്ടി വരുന്നവരോ നമ്മൾ പോവുകയാണ്. ഭയാനകം പറഞ്ഞ വൻ ഭയാനകമായിട്ടുള്ള ഒരു ഓഫ് റോഡാണ് ഞങ്ങൾ പോകുന്നത്. പറയൂ, ഇതിൽ കൂടെയാണ് ഞങ്ങൾ വന്നത്, ഈ ചളിവെള്ളത്തിൽ കൂടെ. ചള്ളിമേട്ട ആ വണ്ടി വരുന്ന വരവാണ്, ആ വണ്ടി വരുന്ന വ്യൂ ആണ് കാണേണ്ടത്. ഇയാൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാമായിരുന്നില്ല ആ വണ്ടി വരുന്ന വ്യൂ. ഓ കുഴി കുഴിയേ കുഴിയേ പൊന്നത് കൈയിറങ്ങണ്ട കാര്യങ്ങളൊക്കെ ശരിയാണ്. ഒരു രക്ഷയില്ലാട്ടാ, റോഡൊക്കെ അതായത് ഓഫ് റോഡ് എന്ന് പറയുന്നത് ഓഫ് റോഡ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ് ഓഫ് റോഡ് നിങ്ങൾ കാണേണ്ടത്. ഇവ ഒരു കുഴിപ്പെട്ടു മോനെ. ഏത്തിരി മെല്ലെ പോയി ആ വണ്ടി വരട്ടെ, ആ വണ്ടി വരുന്ന വീഡിയോ കിട്ടുമായിരുന്നു അല്ലേ? കുറച്ച് ഒരാൾ ഇവിടെ ഇരുന്ന് പരിപ്പിട കഴിക്കുന്നു ഒന്ന് പറയുന്ന പോലെ. ഇവിടെ ഒരാൾ ഇരുന്ന് ഒരു രക്ഷയുമില്ല. ചെയ്യുന്നത് പൊളി 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 വൈബ്. അടുത്ത കുഴിയായ പറഞ്ഞ അടുത്ത കുഴിയിലേക്ക് ഞങ്ങൾ. എന്തത് വാ പൊളി, വല്ലാത്തൊരു കുഴിയായി പോയിട്ടാ. ഇവ വാ പൊന്നോ. വാ ഇതെന്താ കുഴിക്കുളവാ? ഇതെന്താടാ വെള്ളല്ലേ? നോക്ക്, ഒരു വീടൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ എന്തൊക്കെയോ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഏത് കാട്ടിൻ്റെ ഉള്ള മനുഷ്യന്മാരില്ലാത്തത് എല്ലാവിടെയും ഉണ്ട്. അടുത്തൊരു വണ്ടി അവര് പോകുകയാണ്. വാവ് അടുത്ത വണ്ടികൾ വരുന്നുണ്ട്. ഓ മഞ്ഞക്കിളി നൈസ്. പിള്ളേര് ഫുൾ മൂഡ്. ആയിവാ അങ്ങനെ ഒരുപാട് വണ്ടികൾ കേറിപ്പോണ്ട് ഗൈസ്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫുൾ ഓഫ് റോഡ് ഗൈസ് സംഭവം. അതെ വാവിച്ച് എങ്ങനെ പെട്ടല്ലേ? വേറെ ലെവല്. ഇതാണ് മക്കളെ ഓഫ് റോഡ് നിങ്ങൾ കാണേണ്ടത്. നൈസ് സാധനം. എന്റെ പൊന്നോ, എന്റെ പൊന്നിടാ ഇതെന്തത്? ഗായ്സ് അടുത്ത വ്യൂ പോയിന്റ് എത്തിയെന്ന് തോന്നുന്നു. കുറച്ച് തെളിഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്.
നൈസ് 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 സ്ഥലം ഗൈസ്. അത് ഇട വെച്ച് കട്ട് ചെയ്യാലോ. ഇതെന്താ അത് പൊന്നാപ്പി, ഫുള്ള് കോട, ഒന്നും കാണുന്നില്ല. ഒരു വണ്ടി മാത്രമുണ്ട് ഇവിടെ. മഴ, നേരിയ മഴയുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നാം പറയുകയാണെങ്കിൽ ഇവിടെ വളരെ 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 വളരെയായിട്ടുള്ള ഒരു ഭയാനകമായിട്ടുള്ള ഒരു ഓഫ് റോഡാണ് ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത്. ഇത് തമിഴ് മക്കൾക്ക് പുരിയ വേണ്ടതുക്കാக തമിഴിൽ പേசுறது. ഓക്കെയാ? എന്താ സ്ഥലത്തിന്റെ പേര് മറന്നു പോയടാ. കാരാച്ചുണ്ടി. അങ്ങനെ ഞങ്ങൾ കാരാച്ചുണ്ടികളൊക്കെ പോകുമ്പോൾ രണ്ടാമത്തെ വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെ മൊത്തം കോട. ഫുൾ കോട. എന്താ പൊന്നു മാഷേട്ടാ, എനിക്കിപ്പോ ഓർമ്മ വരാ ജോജുവിന്റെ ഒരു സിനിമയില്ലേ, ജോജു ചോർന്ന്, എന്താ പേര്? ഭ്രമരാണ്. ആ ഭ്രമരൻ. ഭ്രമരത്തില് പൊന്നിടാവേ. ആ അത് കോടയല്ലേ? ഓ അമ്മേൻ മോനെ, ഒരു വല്ലാത്തൊരു പൊന്നിടാവായിട്ടാ. ഇത് പാറ പോളിക്ക് ഒരു കാടിനുള്ളിൽ കയറിപ്പോണേ മക്കളെ. മക്കളെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടിയിൽ, അതാണ് ഞങ്ങളുടെ വണ്ടി. ഈ വണ്ടിയിൽ ഈ മുതലാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. മുതലിനെ കാണിച്ചു തരാം. എവിടെ? ആ സുരേഷ് ചേട്ടാ, ഇതാണ് നമ്മുടെ ഡ്രൈവർ, അരുൺ ചേട്ടൻ. പുള്ളി ഞങ്ങൾ ഇവിടെ എത്തിച്ചു. ഇനിയും ഞങ്ങള്, ഇതാണ് നമ്മുടെ വണ്ടി കായ്സ്. നമ്മുടെ വാവച്ചി, നമ്മുടെ പ്ലേസ് ഇതാണ്. ഒരു രക്ഷയില്ല. എവിടെ പോവാ? അങ്ങനെ കാരാച്ചുണ്ടിയിലേക്ക് പോകുന്ന ഈ ഒരു സ്ഥലത്ത് നല്ല മഴയുണ്ട്. നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അറിയാലോ. ഇതിന്റെ മുകളിലേക്ക് ഇനി മലകളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങോട്ട് പോകണ്ട വാച്ചി, ഒരുപാട് അങ്ങോട്ട് പോകണ്ട. അമ്മച്ചിനെ കൂട്ടിയിട്ട് പോവാം ഗായ്സ്. സംഭവം ഞങ്ങൾ പോകുന്ന വഴി നല്ല മഴയുണ്ട്. ഇവിടെ ഒരു രക്ഷയില്ല. നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ട പോലെ തന്നെ എൻ്റെ പൊന്നോ, നെല്ലിയാമ്പതി വരികയാണെങ്കിൽ ഓഫ് റോഡ് എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം. എല്ലാണ്ട് ഇവിടെ വന്നിട്ട് യാതൊരു കാര്യമില്ല. എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ശരിക്കും ഇതുപോലെ ഓഫ് റോഡ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നിടാവേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. പോളി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഉണ്ടോ എന്നുള്ള അറിയില്ല. അപ്പോൾ പോകുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയും ഇതിങ്ങനെ തുടർന്ന് വീഡിയോ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് നന്നായി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ കാണുന്നവരും എല്ലാവരും ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഓക്കെ, നമുക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ കാണാം.